ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുക്കറിൽ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളീൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചിക്കനിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചൊരു 10 മിനിറ്റ് വെക്കാം നമുക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വീട്ടിലെ പച്ചമുളകാണ്, എരിവ് കുറവാണ്. അതൊന്ന് 10 മിനിറ്റ് ആവുന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിലേക്ക് മസാല ഉണ്ടാക്കാം. വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളിയൊക്കെ വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുക്കറിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് മെയിനായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് അധികം ഒഴിക്കുകയാണെങ്കിൽ ഒഴിക്കാം. ഞാൻ കുറച്ചാണ് എടുത്തത്, ഒരു സ്പൂണേ എടുത്തിരിക്കുന്നുള്ളൂ. 3 ഗ്ലാസ് അരിയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തത്, അതുകൊണ്ട് ഒരു സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. അധികം എടുക്കുമ്പോൾ സ്റ്റിക്കി ആയി തോന്നും എനിക്ക് റൈസ്, അതുകൊണ്ട് ഞാൻ അധികം എടുക്കാറില്ല നെയ്യ്. അതൊന്ന് ചൂടായിരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം അതൊന്ന് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു റെഡ് കളർ ആവുന്നതേ വഴറ്റിയെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് മസാലയ്ക്ക്. അതൊന്ന് ഫ്രൈ ആകുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ബിരിയാണീൻ്റെ മസാല ഇടാം. ഈ ഏലക്കായ്, പട്ട, ജാതിപത്രി, ഇതൊക്കെ ഉള്ളൊരു മസാല നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പം ഈ ഉള്ളിക്ക് ഒരു ടേസ്റ്റ് വരും. നേരത്തെ നമ്മൾ എടുത്ത് ഉണ്ടാക്കിയ മസാലയല്ലേ, ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള ആ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് കുറച്ച്. എരിവ് അധികം വേണ്ടവർക്ക് വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികളൊന്നും എരിവ് അധികമായാൽ പിന്നെ അത് കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചാണ് എരിവൊക്കെ ആഡ് ചെയ്തുണ്ടാക്കുന്നത്. എരിവ് അധികം വേണമെങ്കിൽ നമുക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റ് കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി. അതൊന്ന് ഫ്രൈ ആകുന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ മഞ്ഞൾപ്പൊടി കളർ കുറവാണ്, അതുകൊണ്ട് കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഉള്ളിക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുന്നത്. തക്കാളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. തക്കാളി ഫ്രൈ ആകുന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്താൽ മതി. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു പാൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് നെയ്യിൽ വറുത്ത് കോരാം. ഏകദേശം ചട്ടിക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഈ തക്കാളിക്കൊന്ന് ഫ്രൈ ആയിട്ട് വരും. ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് നമുക്ക് ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയിട്ട് നല്ലൊരു ഫ്ലെയിം കൊടുത്താൽ തക്കാളി വേഗം ഒന്ന് ഫ്രൈ ആയി കിട്ടും. അത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫ്രൈ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാവരും ലാസ്റ്റാണ് ആഡ് ചെയ്യൽ. ഞാനിത് കുക്കറിൽ തയ്യാറാക്കുന്നുണ്ട് റൈസിൻ്റെ അകത്തേക്ക്. ഇതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്.
ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ്. വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചധികം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ, നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിൽ ഈ കുക്കറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് ചിക്കൻ്റെ അകത്ത്. ഇനി അതൊന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കനകത്തേക്ക് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 6 ഗ്ലാസ് വെള്ളം കുറച്ചധികം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് നൈസായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കനൊക്കെ അതിലേക്ക് ഒന്ന് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് റൈസ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കൊരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ട് വെച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് വെന്തലിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് ചിക്കൻ ബിരിയാണി റൈസൊക്കെ പാകത്തിന് വെന്തിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ എങ്ങനെയാണുള്ളതെന്നുള്ളത്. ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. റൈസും അങ്ങനെ തന്നെ സെറ്റായിട്ടുണ്ട്. അലിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പാകം വേവിന് റൈസൊക്കെ വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ റൈസും ചിക്കനൊക്കെ വെന്തത്. അധികം അലിഞ്ഞു പോകാതെ ചിക്കനും റൈസൊക്കെ പാകത്തിന് വെന്ത് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് നമുക്ക് വീട്ടിലിങ്ങനെ തയ്യാറാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.